കേൾപ്പാനും ഉപവസിപ്പാനും തക്കവണ്ണം ഇന്ന ദിവസം നമുക്ക് ദൈവം വേർതിരിച്ചിട്ടുള്ള കൃപയ്ക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾ കൂടിയ ശേഷം, വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭാരാധന നമ്മൾ അനുഭവിച്ച ശേഷം നാം പ്രാർത്ഥനത്തിൽ കടന്നുപോയി. എങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ബന്ധങ്ങൾ മുറിഞ്ഞില്ല. രാത്രിയിലും പ്രഭാതത്തിലും അപ്പോൾ തന്നെ ഒക്കെയുള്ള പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നതുകൊണ്ട് വചനത്തിൻ്റെ വെളിപ്പാടുകളും വിഷയങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിപ്പാനൊക്കെയുള്ള അന്തരീക്ഷം സ്വർഗ്ഗപിതാവ് നമുക്ക് അനുഗ്രഹമായി തന്നെ ഒരുക്കി തന്നു. ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പിനും ദൈവ നിയോഗങ്ങൾക്കുമായി ഒരായിരം നന്ദി സ്വർഗ്ഗത്തിലെ കർത്താവിന് അർപ്പിക്കുന്നു. ഇന്ന് രാവിലെ സമയം വന്ന എല്ലാവരെയും ദൈവം ഐശ്വര്യമായിട്ട് കർത്താവ് മാനിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം ദൈവം അയച്ച എല്ലാ അത്ഭുത മറുപടിക്കായി ഒരു പ്രാവശ്യം കൂടി കരങ്ങളിൽ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ് ഇന്ന് രാവിലെ നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വാക്ക്. എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 7, ഹീബ്രു ചാപ്റ്റർ 7:7 ഒന്നാം ദൈവസന്നിധിയിൽ വായിച്ച് നമുക്ക് അതിൽ നിന്ന് 1-2 വെളിപ്പാട് നാം സ്വീകരിച്ച ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാമല്ലോ. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദമാണ് ഉയർന്നവൻ, 2 താണവൻ എന്ന് 2 പദം. അപ്പോൾ ഈ എബ്രായലേഖനത്തിൽ 13 അധ്യായമുണ്ട്, 303 വാക്യം ഉള്ള കാര്യം നമുക്കറിയാം. പുത്രന്റെ ശക്തിയെ തെളിയിച്ചുകൊണ്ട് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ സകലത്തിൽ അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കിയെന്ന് എബ്രായലേഖനം 1-2 വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ശ്രേഷ്ഠ ശബ്ദം ക്രിസ്തുവിന്റെ ശബ്ദമാണ്. ശ്രേഷ്ഠ അനുഗ്രഹം ക്രിസ്തുവിന്റെ അനുഗ്രഹമാണ്. ഈ പദങ്ങൾ എബ്രായ വിശ്വാസികൾക്ക് വേണ്ടി ദൈവദാസനായ പൗലോസ് എഴുതുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ചരിത്രം മറഞ്ഞു കിടപ്പുണ്ട്. എന്താ ചരിത്രം മറഞ്ഞു കിടക്കാൻ കാരണം? ഇവർ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നേഹത്തിലും ശ്രേഷ്ഠതയിലും അവർ വന്നതിന് ശേഷം പെട്ടെന്ന് ചില ഇൻഫ്ലുവൻസുകൾ, ചില സ്വാധീനങ്ങൾ പഴയ യഹൂദ മതം അവരെ സ്വാധീനിച്ചപ്പോൾ, പഴയ ആശയം അവരിലേക്ക് വന്ന് വെളിപ്പെട്ട് വന്നപ്പോൾ, പഴയ കാഴ്ചപ്പാട് കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ചെറുതായിട്ട് അവർ പഴയ വിശ്വാസത്തിലേക്ക് വഴുതി പോകുന്നു എന്ന് കണ്ടപ്പോൾ ആ വഴുതി പോകുന്നവരെ തടഞ്ഞു നിർത്തി നിങ്ങൾ പ്രാപിച്ച വിശ്വാസമാണ് ശ്രേഷ്ഠ വിശ്വാസം, നിങ്ങൾ കണ്ട കർത്താവാണ് ശ്രേഷ്ഠനായ ആരാധകൻ, അത് നിങ്ങൾ പഴയ യാഗങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിയിട്ട് നിങ്ങൾക്ക് മാനുഷികമായിട്ട് ഒരു തൃപ്തി ലഭിക്കുമെങ്കിലും ദൈവികമായി നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാതിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് യഥാർത്ഥമായി യാഗം കഴിച്ച് നിയമം ചെയ്ത ഏക വ്യക്തി വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തുവാണെന്ന് തെളിയിച്ച് വ്യക്തമായ ഭാഷയിൽ ഈ ലേഖനത്തിൽ കൂടി 303 വാക്യവും വ്യക്തമായിട്ട് തെളിയിച്ചു വാക്കാണ്. അതിന് ശ്രേഷ്ഠകരമായ വാക്കാണ്. അതിന് 11-ാമത്തെ അധ്യായത്തിൽ 40 വാക്യങ്ങൾ പൊതിയപ്പെട്ടിരിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത നിശ്ചയം എന്നുള്ള ആ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വിശ്വാസം അല്ലെങ്കിൽ യഹൂദ മതത്തിലെ വിശ്വാസം, യഹൂദ മതത്തിലെ ആചാരം, യഹൂദ മതത്തിലെ ചടങ്ങുകളെക്കാളും വിശ്വാസത്തിലെ ശക്തിക്ക് ഭയങ്കര ഗാംഭീര്യമുണ്ടെന്ന് തെളിയിച്ച് പൗലോസ് എബ്രായ വിശ്വാസത്തോട് രേഖപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. അവിടെ 40-ാമത്തെ വാക്യം ഇങ്ങനെ വാക്കാകുന്നു: അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻപേ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാളും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചതിനെക്കാട്ടും അതിശ്രേഷ്ഠമായ ഒന്നാണ് നിങ്ങൾക്ക് വേണ്ടി മഹാകർത്താവ് കരുതി വെച്ചിരിക്കുന്നത്. അതാരാകുന്നു? യേശു ക്രിസ്തുവാണ്. പ്രൈസ് ഗോഡ്. കരമൊന്ന് ഉയർത്തി നല്ലൊരു സ്തോത്രം കർത്താവിന് കൊടുക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, പണ്ട് ഭാഗമായിട്ട് പ്രവാചകന്മാരും പുരോഹിതന്മാരും
കാര്യം എന്നിത്യാദി കാറ്റഗറിയിൽപ്പെട്ട് അവൻ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് ഇന്ന് അങ്ങനെയല്ല. അവൻ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി പുത്രന്റെ ശബ്ദമാണ് ഏറ്റവും ശ്രേഷ്ഠ ശബ്ദം എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കും നിങ്ങൾക്ക് ലഭിച്ചത് പുത്രനായ യേശു ക്രിസ്തുവിന്റെ ശബ്ദമാണ്. അവൻ ഇവിടെ നാം ചിന്തിച്ച വാക്ക് അവൻ താണവരെ അവൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഇങ്ങനെയുള്ള വാക്കാണ്. ഉയർന്നവൻ താണവൻ അവൻ അനുഗ്രഹിക്കുന്നു എന്നൊരു തർക്കം ഏതുമില്ല. അപ്പോൾ ഇവിടെ ഉയർന്ന വ്യക്തി ആരെന്നോ ഉയർന്ന വ്യക്തി ശക്തി എന്തെന്നോ ഉയർന്ന വ്യക്തി അനുഗ്രഹിച്ചാൽ ഉണ്ടാകുന്ന ശക്തി എന്തെന്നോ വളരെ സവിസ്തരം എബ്രായ ലേഖനത്തിനകത്ത് പൗലോസ് തെളിയിച്ചു കൊടുത്തിരിക്കുന്ന വാക്കാകുന്നു. എന്നാൽ അതിനകത്ത് ഒന്ന് രണ്ട് ചിന്ത നമുക്ക് പറഞ്ഞ ശേഷം ഞാൻ 7-ാമത്തെ വാക്യം ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പ്ലീസ്. നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക എന്ന വാക്കാണ്. കേവലം ഒരു യേശു, കേവലം ശിശുവായിരിക്കുന്ന, കേവലം ഒരു അത്ഭുതം കാണിച്ചു പോകുന്ന, അവൻ 5 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു പോകുന്ന ഒരു ചിന്ത യേശു ക്രിസ്തുവിന്റെ ആദ്യ വചനം പാഠം വിട്ടിട്ട് അതിനെക്കാട്ട് ക്രിസ്തു പരിജ്ഞാനത്തിന്റെ അതിശ്രേഷ്ഠ കാര്യത്തെ സുഖമാവൻ മനസ്സിലാക്കാൻ തക്കവണ്ണം നിങ്ങൾ ശ്രമിപ്പി എന്ന വാക്ക് പൗലോസ് പറയുമ്പോൾ അതിനകത്ത് അപകടകരമായ ഒരു അന്തരീക്ഷം തെളിഞ്ഞിരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു പരിജ്ഞാനത്തിന്റെ അതിശ്രേഷ്ഠത പ്രാപിക്കാത്തത് കൊണ്ടാണ് ഈ പഴയ ആചാരത്തിലേക്കും അനുഷ്ഠാനത്തിലേക്കും എബ്രായ വിശ്വാസികൾ പോകാൻ കാരണമാണ്. എന്നാൽ ക്രിസ്തുവിന് ശ്രേഷ്ഠ പരിജ്ഞാനം പ്രാപിച്ചുവെങ്കിൽ പഴയതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് ആമേ പുതിയതായി കിട്ടിയ യേശു ക്രിസ്തുവെന്ന് അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അതിന് വിശദമായി പറയുമ്പോൾ തന്നെ 2 വാക്യം അതിന് തെളിവായിട്ട് കിടപ്പുണ്ട്. ഒരിക്കൽ പ്രകാശം എന്ന വാക്ക് 2-3-ാമത്തെ 12-ാമത്തെ വാക്യത്തിൽ ഒരിക്കൽ വിശ്വാസം. അപ്പോൾ ഒരിക്കൽ പ്രകാശനവും ഒരിക്കൽ വിശ്വാസവും ഇത് രണ്ടും ആദ്യമേയും അവസാനം പ്രാപിക്കുന്ന വാക്കാണ്. എന്നാൽ അത് വിട്ട് ഒരു വ്യക്തി മാറിപ്പോയാൽ അതിന്റെ അപകടം എന്ന് പറയുന്ന വാക്ക് ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ലഭിക്കുമെന്നും വിശ്വാസത്തിന്റെ പ്രകാശം ലഭിക്കുന്ന പകരം നിങ്ങൾക്ക് അവിശ്വാസത്തോടെ ജീവിക്കുകയും പ്രകാശത്തിന് പകരം ഇരുട്ട് അനുഭവിക്കേണ്ടി വരും. ഇതൊരു വലിയൊരു അപകടമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മുന്നറിയിപ്പായിട്ട് കൊടുത്തിരിക്കുന്ന വാക്കാണ്. ഇനി അവൻ വായിച്ച വാക്യം അവൻ ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്ന പദമാണ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണെന്നും സകല മാനവരാശിയെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ശക്തനാണെന്നും ഇവിടെ തെളിയിച്ച് തന്നെ വാക്ക് പറയുന്നുണ്ട്. നമുക്കറിയാം ഉയർന്നവൻ എന്ന പദത്തിന് യഥാർത്ഥമായ 2-3 ആശയമുണ്ട്. ഒന്ന് ഉച്ചത്തിലുള്ള ഒരു വ്യക്തി എന്ന വാക്കാണ്. യേശു ക്രിസ്തു ഉയർന്നവൻ എന്ന പദം പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തു ഉച്ചത്തിൽ സംസാരിപ്പാനും ഉച്ചത്തിൽ ഇടപെടാനും എന്ന് പറഞ്ഞാൽ അവൻ മറ്റൊരു ദൈവത്തെക്കാളും മറ്റൊരു ശക്തികളെക്കാളും ഉച്ചത്തിൽ ഇടപെടാൻ തക്കവണ്ണം കരുത്തുള്ളവനാണ്. പഴയ ആചാരത്തെക്കാൾ പുതിയ മാർഗത്തിലേക്ക് നിങ്ങൾ വന്നതുകൊണ്ട് അവൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് വാക്ക് പറയുന്നു. അവൻ ഇതിലാണ് ഓർത്താണ് ഉച്ചത്തിൽ സംസാരിക്കാൻ തക്കവണ്ണം അധികാരം പ്രാപിച്ചതാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ വാക്കാകുന്നു. പുത്രന്റെ വാക്ക് അന്ത്യവാക്കാണ്. പുത്രന്റെ ശക്തി അന്ത്യശക്തിയാണ്. പുത്രന്റെ രക്തം അന്ത്യമായിട്ടുള്ള പ്രചാരത്തിലുള്ള വിഷയമാണ്. അപ്പൊ എല്ലാത്തിന്റെ സമാപ്തി പുത്രനായതുകൊണ്ട് അവൻ പുത്രന്റെ വാക്കിനാണ് ഏറ്റവും ശക്തിയുള്ള വാക്ക്. അപ്പൊ ഉച്ചത്തിൽ പറയാൻ പറ്റുന്ന വ്യക്തിയാണ് ഉയർന്ന വ്യക്തി. നമുക്കറിയാം കാറ്റും കോളും കൊണ്ട് തിബരിയാസ് കടൽ കൂടി ശിഷ്യന്മാര് പോകുന്നു. ആ പോകുന്ന സമയത്ത് ശക്തമായ കാറ്റ്, ശക്തമായ കോള്, അതിന്റെ പുറകെ നമുക്കറിയാം 6000 ഭൂതം പിടിച്ചവനെ സൗഖ്യമാക്കാൻ പോകുന്ന യാത്രയിലാണ് സംഭവം ഉണ്ടാകുന്നത്.
ആ ശിഷ്യന്മാര് വളരെ ശക്തി പിടിച്ചു. ആ കർത്താവേ, ഞാൻ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഉച്ചത്തിൽ സംസാരിപ്പാൻ അധികാരമുള്ളവർ എഴുന്നേറ്റ് പറഞ്ഞു, കാറ്റേ അടങ്ങുക. പിന്നെന്തോ കടൽ എന്ത് ചെയ്യുക? ശബ്ദമാക്കുക. ഈ ഉച്ചത്തിൽ ശബ്ദം ഉന്നതിന് മാത്രം പറയാൻ ശബ്ദമാണ്. അത് ഉച്ചത്തിൽ എന്റെ കർത്താവ് പറഞ്ഞപ്പോൾ കാറ്റടങ്ങി, ആകെ കടൽ മടങ്ങി. അപ്പോൾ ഉയരത്തുനിന്ന് വരുന്ന വലിയവന് മാത്രമേ കാറ്റിന്റെ മേലും കടലിന്റെ മേലും പ്രകൃതി മേൽ അധികാരമുള്ളുവെന്ന് അവിടെ തെളിയിച്ചുവെങ്കിൽ ഇന്ത്യവാസ പ്രാർത്ഥനയിൽ ദൈവസഭ കേൾക്കുമ്പോഴാണ് യേശുവേ അവസാനത്തെ വാക്ക് ഉന്നതന്റെ വാക്കാണെങ്കിൽ അത് ഉച്ചത്തിൽ എനിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞ സകല കാടല് പോലെ സകല കൊടുങ്കാറ്റ് പോലെ അവ എന്നെ ചുറ്റി എന്റെ ജീവിതത്തെ ഉണക്കി വന്നിരിക്കുന്ന ആ ശബ്ദത്തെ ആ വെല്ലുവിളി അടക്കുവാൻ ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. ഉന്നതന് മാത്രമേ കഴിയത്തുള്ളൂ. കരമൊന്ന് തട്ടി ഇന്ന് രാവിലെ സമയം അവൻ പറഞ്ഞു പറഞ്ഞാട്ട് ഏത് മന്ത്രവാദം കേട്ടോ, ഏത് സംഘവാദം കേട്ടോ, ഏത് ആഭിചാരം കേട്ടോ, ഏത് ശാപം കേട്ടോ, ഏത് വാക്കുകളെ കൊണ്ടുവ അവൻ കുളിക്കുക കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഉന്നത ദൈവത്തിന് മാത്രമേ അതിനെ ആടക്കുവാൻ കഴിയും. അത് ഇന്ന് രാവിലെ സമയം എന്റെ ജീവിതത്തിൽ അത് സംഭവിക്കേണ്ടതായിരിക്കലോ. ഉയർന്നവൻ എന്ന പദത്തിന് ഉച്ചത്തിൽ പറയാൻ അധികാരമുള്ളവൻ അർത്ഥമുണ്ട്. അപ്പോൾ യേശുവിന്റെ ശബ്ദം ഉച്ചത്തിൽ ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ ആ ഒറ്റ ശബ്ദം മതി സൗഖ്യമാകാൻ, വിടുവി പ്രാപിക്കാൻ, രോഗം മാറാൻ, പിശാചിനെ കെട്ടുപൊട്ടാൻ, സകല പാരമ്പര്യ ശക്തികൾ അടിക്കാൻ, ഭാവിയെ തടയുന്ന വെല്ലുവിളികളെ തടയുവാൻ, വരുമാനങ്ങളെ ചോദ്യത്തിന്റെ ശബ്ദത്തെ അപ്പോൾ ഉടയ്ക്കുവാൻ തക്കവന്ന ആ ഒറ്റ ശബ്ദം മതി. അപ്പോൾ എന്തിനാണ് ഉപവാസപ്രാർത്ഥന പറഞ്ഞാലേ ഉയർന്നവൻ താണവരെ നമ്മൾ താണവരാണ്. പക്ഷെ യേശു ഉന്നതനാണ്. അവന്റെ ഉച്ചത്തിൽ ശബ്ദം എന്റെ ജീവിതത്തിന്റെ രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ ആത്മാവിൽ പറയാ, എന്റെ യേശുവിന്റെ ഉച്ചത്തിൽ ശബ്ദത്തിന് അധികാര ശബ്ദമായതുകൊണ്ട് അത് എന്നെ വിടിവിപ്പാൻ കഴിയും. അത് ഒന്നാമത്തെ അർത്ഥം. അപ്പൊ ഉയർന്നവെന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം ഉച്ചത്തിൽ സംസാരിപ്പാൻ കരുത്തുള്ളവൻ എന്ന വാക്കാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, പിശാചോ മനുഷ്യനോ ആദ്യം ഉച്ചത്തിൽ സംസാരിച്ചാലും കർത്താവിന്റെ ശബ്ദമാണ് ഇതിനെ മൊത്തം അടിച്ചമർത്തുന്ന ശബ്ദം. അല്ലെ, ഒന്ന് യേശു കടലിനെയും കരയും ശാന്തമാക്കി ആ ഉച്ച ശബ്ദം സംസാരിച്ചിട്ട് യേശു ഗദരദേശത്ത് കയറി പോകുന്നു. അവിടെ പോയപ്പോൾ 6000 ഭൂതം പിടിച്ച ശക്തി യേശു ഉച്ച ശബ്ദം. ആ ഉയർന്നവന്റെ ഉച്ച ശബ്ദം നമുക്ക് തന്നെ ഒരു ഞാഞ്ഞൂലായ പിശാചിനെ ഓടിക്കാൻ നമ്മൾ എത്ര മാത്രം കാറിയാലും അത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് കയറി വരും. പക്ഷെ പുത്രനായ യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞാലോ ആദ്യം ഇറങ്ങി ഓടിയേ പറ്റൂ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആത്മാവിൽ പറയാം, ഉയർന്നവൻ താണവരെ അനുഗ്രഹിക്കുന്നു, ഉയർന്നവൻ താണവരെ വിടുവിക്കുന്നു, ഉയർന്നവൻ താണവരെ ഉയർത്തുന്നു എന്ന പദത്തിൽ ഞാൻ കൊടുക്കുന്ന വ്യാഖ്യാന നിയമമാണ്. ആ ഉച്ചത്തിൽ സംസാരിപ്പാൻ അധികാരമുള്ളവരെന്നാണ്. ഇന്ന് രാവിലെ നമ്മൾ രോഗം മാറ്റുവാൻ, ദുരിതം മാറ്റുവാൻ, കടം മാറ്റുവാൻ, ദാരിദ്ര്യം മാറ്റുവാൻ, ഭാവിയെ തടയുന്ന ശാപത്തെ പൊട്ടിക്കുവാൻ ഉയർന്നവനായ ദൈവത്തിന്റെ ഉച്ചത്തിൽ ശബ്ദത്തിന് കരുത്തുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ശബ്ദം കേൾക്കുമ്പോൾ, ഈ 3 പ്രകാശം അനുഭവിക്കുമ്പോൾ എന്റെ പ്രശ്നത്തിന് അടിസ്ഥാനപരം വിടുവിക്കുവാൻ ഞാൻ സേവിച്ചാരാധിക്കുന്ന എന്റെ ദൈവത്തിന് കഴിവുണ്ട്. കാരണം ആത്മാവിൽ അടിച്ചുകൊണ്ട് അധികാരത്തോടെ വർഷങ്ങൾ പഴക്കമുള്ള എന്നെ താഴ്ത്തി ഉയർച്ച പ്രാപിക്കണം, എന്നെ ഉയർച്ച പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം എന്നെ ചവിട്ടി താഴ്ത്തി അമർത്തി വച്ചിരിക്കുന്ന ഈ ലോകത്തിലെ മതങ്ങൾ, ഈ ലോകത്തിലെ പിശാച്, ഈ ലോകത്തിലെ ശാപങ്ങൾ, ഈ ലോകത്തിലെ വെല്ലുവിളികൾ അത് മുഴുവനുമായി അത് ചവിട്ടി താഴ്ത്തിക്കെട്ടുവാൻ ഉന്നതനായ യേശു ക്രിസ്തുവിന്, ഉന്നതനായ കർത്താവിന് അധികാരമുണ്ടെന്ന് ഞാൻ ഇന്ന് രാവിലെ ഉറക്കെ പ്രസ്താവിക്കുമ്പോൾ കരമടിച്ച് സ്വീകരിച്ചാമേ പറയണം. അതേ ദൈവമേ എന്നെ വിടുവിപ്പാൻ ഉന്നതനായ ദൈവത്തിന്റെ ഉച്ചത്തിൽ ശബ്ദത്തിന് കരുത്തോട് സ്വന്തം. കഥ ഞാൻ പണ്ട് പുരോഹിതന്മാരുടെ നാവിനകത്ത് അധികാരമുണ്ടായിരുന്നു. പണ്ട് പ്രവാചക
പ്രവാചകന്റെ വായിക്കുന്നത് അധികാരം ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, പുത്രന്റെ വായിക്ക് അധികാരം കൊടുത്തു. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പ്രവാചകന്റെ പുരോഹിതന്റെ ശബ്ദത്തെക്കാളുപരി പുത്രന്റെ ഉന്നതനായ ക്രിസ്തുവിന്റെ ഉയർച്ച ശബ്ദത്തിന്റെ മുമ്പിൽ നമുക്ക് വിടുതൽ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ആത്മാവ് പറയണം, കർത്താവേ, ഇന്ന് രാവിലെ ഉയർന്നവനായ അങ്ങേക്ക് ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ, ഉച്ചത്തിൽ ശാസിക്കുമ്പോൾ സാത്താന്റെ കെട്ടുകൾ എനിക്ക് വേണ്ടി പോയിട്ട് ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കും. കാര്യം ഒന്ന് തട്ടി ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാമോ? രണ്ടാമത് കൊടുത്തിരിക്കുന്ന അർത്ഥം കാട്ടുന്നു, കിണരമുള്ളതൊരു പദമാണ്. അതൊരു ലോക്കൽ ലാംഗ്വേജ് തോന്നും. കിളരമുള്ള അല്ലെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, കിളരമുള്ള, ഭയങ്കര ഉച്ചമുള്ള. നോക്കണം, അപ്പൊ ഈ കിളരമുള്ള ഇത് ഒരു അർത്ഥമാണ് വാക്കാണ്. അപ്പൊ ഉയർന്നവൻ താണവരെ. അപ്പൊ നമ്മൾ ആരാ? താണവരാണ്. ഉയർന്നവരാരാ? യേശു ക്രിസ്തുവാണ്. അതാണ് എബ്രായ വിശ്വാസം കൊടുത്തത്. അത് എനിക്ക് കിട്ടി, നമുക്ക് ഓരോരുത്തർ കിട്ടി. അപ്പൊ ഉയർന്നവനായ ക്രിസ്തു താണ എന്നെ ഉയർത്തുവാൻ തക്കവണ്ണം വന്ന പദമാണ് ഉപയോഗിക്കുന്ന വാക്ക്. ഒന്ന്, അവൻ ഉച്ചത്തിൽ സംസാരിച്ചു. അവൻ ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ സകല സ്വർഗ്ഗങ്ങളുടെയും സകല ഭൂതങ്ങളുടെയും സകല ആധാരങ്ങളുടെയും ശബ്ദത്തിൽ കിടക്കുന്ന സാത്താനെ ഉയർന്നവരാ ഉച്ചത്തിൽ ശബ്ദത്തിന് അത് വെട്ടിമാറ്റാൻ കഴിയും. അത് തെളിവെന്തുവാ? നാം ഇതിനകത്ത് വന്നത് തെളിവ്. യഹോവ നമുക്ക് വേണ്ടി തന്റെ കർത്താവിനെ, തന്റെ പുത്രനെ അയച്ചത് കൊണ്ട് പുത്രന്റെ ശബ്ദത്തിന്റെ ശക്തിയുടെ തെളിവാണ് നാം ഇന്ന് രാവിലെ ഈ ആലയത്ത് ഇത്രയും ശബ്ദത്തിൽ ആരാധിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ച് നാം മധ്യസ്ഥമിച്ച് പ്രാർത്ഥിച്ചത്. എനിക്ക് ഈ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ നിന്നും അഭിസംബോധന ചെയ്യാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ച കരുത്ത് പുത്രന്റെ ഉച്ച ശബ്ദം എനിക്ക് വേണ്ടി ശക്തിയോടെ ഉറക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവന്റെ ശബ്ദം മാറ്റങ്ങളെ പ്രസവിക്കുമാറാക്കുന്നു, അവന്റെ ശബ്ദം വനങ്ങളെ തോൽക്കുമാറാക്കുന്നു, അവന്റെ ശബ്ദം അവൻ കേട്ട സകല അവൻ പർവ്വതങ്ങളോ അവൻ മുട്ടാടികളോടെ കിടക്കുന്നുണ്ട്. അത്രമാത്രമുള്ള കരുത്തുള്ള ആ ഉച്ചത്തിൽ ശബ്ദം ഉന്നതന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തിൽ അവൻ താണവരെ ഒരുമിക്കുവാൻ തക്കവണ്ണമാണ് ആ ശബ്ദത്തോട് ഇറങ്ങി വന്ന സ്വന്തം. രണ്ടാമത്തെ ആശയം കിളരമുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ആരുടെ ശബ്ദം? നമ്മുടെ കത്ത് കിണരമുള്ള. നമ്മൾ പറഞ്ഞ വാക്ക് ഉയർന്നവെന്ന വാക്കിന്റെ ഒരു അർത്ഥമാണ് കിണരമുള്ള വ്യക്തി. നമുക്കറിയാത്തൊരു ലോക്കൽ വാക്കാണ് കിണരമുണ്ടല്ലേ. 6 അടി പൊക്കമുണ്ട്, അല്ലെ 7 പൊക്കമുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കര കിണരമുള്ള വ്യക്തിയാണ്. അപ്പൊ നമ്മളെങ്ങനെ നോക്കും? അണ്ണാ നോക്കിക്കൊണ്ടിരിക്കും. ഇത് പറഞ്ഞാൽ അങ്ങനെ നോക്കിയാൽ അത്ര മാത്രം. അവന്റെ അർത്ഥം പറഞ്ഞത് അത് ഉയർന്നവൻ എന്ന വാക്കാണ്. ഇവിടെ ഞാൻ ആ വാക്കൊരു വ്യാഖ്യാനം കൂടെ കൊടുക്കുകയാണ്. എന്നറിയാമോ? നമ്മുടെ കർത്താവ് നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം മറ്റുള്ള ദൈവങ്ങളെക്കാട്ടും ദേവന്മാരെക്കാൾ ആരാ? ഏറ്റവും ഉന്നതനാണ്. ബാക്കിയുള്ള എല്ലാം ഈ ഭൂമിയിൽ നിന്നും അവതാര പുരുഷനായിട്ട് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ യേശു വന്നത് സ്വർഗത്തിൽ നിന്നും തന്റെ മഹിമകൾ വെടിഞ്ഞിട്ട് താഴ ലോകത്തിലേക്ക് വന്നതാണ്. അപ്പൊ അത്രയ്ക്കും കിളരമുള്ള വ്യക്തിയാണ് അല്ലെ. നമ്മൾ അതിന് അല്പം കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നടത്തെ ദേവൻ, ഇന്നടത്തെ ദേവി, ഇന്നടത്തെ ലൊക്കേഷൻ സ്പിരിറ്റിനെ കുറിച്ച് പറയും. നമ്മുടെ കർത്താവ് സർവ ലോക അധിപതിയാണല്ലേ. ആവശ്യവും ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ച് നാം ഇന്ന് രാവിലെ ആരാധിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ ഏത് കോണിലും യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള ഏറ്റവും ഉന്നതനായ, ഏറ്റവും ഉയർച്ചയുള്ളവരായ, ഏറ്റവും ദൈവ സാന്നിധ്യമുള്ള അനുഭവിക്കുന്നവർ നമ്മുടെ കർത്താവ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു സാന്നിധ്യം നമുക്ക് ലഭിച്ചുവെങ്കിൽ അതാണ് ഏറ്റവും കിളരമുള്ള ഒരാളെ കർത്താവ് സ്വന്തം. അതുകൊണ്ട് നമ്മളിത് ഉയരത്തിലേക്ക് നോക്കിയിട്ട് കർത്താവിനെ സഹായിക്കണമേ എന്ന്. അതുകൊണ്ട് യേശു ക്രിസ്തു അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ളതാണ്. എപ്പോഴും യേശു പ്രാർത്ഥിക്കാൻ പോകുന്നതും മലയിൽ പോയി എന്ത് ചെയ്യാം? ഇപ്പോൾ ഈ ഉയർച്ച കൊതിക്കുന്നവരൊക്കെ അതുമായിട്ട് ബന്ധമുള്ള ചില പുരോഗമന ആശയങ്ങളുള്ളവരെല്ലാവരും രക്ഷപ്പെടണമെന്ന് കൊതിക്കുന്നവരെല്ലാം ആ സാഹചര്യം അവരൊരിക്കലും കണ്ടെത്തില്ല. വേറൊരു സാഹചര്യത്തിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കും. കാരണം യേശു ക്രിസ്തുവും പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത എല്ലാം ഒരു മലയിലാണ്. മല പ്രാർത്ഥനയാണ്. ശുശ്രൂഷിക്കാൻ പോയതും
മലയിലാണ്. അതോടെ ഗിരിപ്രഭാഷണം വന്ന് നമ്മൾ മത്തായി സുവിശേഷം 5, 6, 7 മൂന്നാം അധ്യായത്തിൽ വാക്ക് യേശു ക്രിസ്തുവിന്റെ മലപ്രസംഗങ്ങൾ. ഓക്കെ, ഞാൻ ആ ഭാഗം നിൽക്കാതെ വേണ്ട വാക്ക്, മൂന്നാമത്തെ വാക്ക് ഉന്നത നിലവാരം പുലർത്തുന്ന എന്ന് പദമാണ്. ഉയർന്നവൻ താണവരെ അവനെ അനുഗ്രഹിക്കുന്ന വാക്കിന്റെ മൂന്നാമത്തെ അർത്ഥമുള്ള വാക്കാണ് ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു എന്നൊരു പേര് പറയുമ്പോൾ ഏത് മതക്കാരും ഒന്നെന്തെയും പറഞ്ഞേ, ഒന്ന് ശ്രദ്ധിക്കും. ആശീർവാദം ഉണ്ടോ? അല്ലെ അങ്ങനെയല്ല, ആണോ അല്ലയോ? പറഞ്ഞേ, യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു എന്നൊരു വാക്ക് പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ഉന്നത നിലവാരം സകല വ്യക്തിക്ക് അറിയാവുന്നത് കൊണ്ട് അവർ അല്പം ഒരു എന്തെയും വ്യത്യാസം ഉണ്ടാവും. ആശീർവാദമുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്തുണ്ട്? ഉന്നത നിലവാരം പുറത്തുന്ന ആരാണ്? യേശു. അതിന്റെ തണല് പറ്റി നമുക്ക് എന്ത് ലഭിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഇവിടെ വന്ന് ഈ പാൻറ് വിട്ട് ഇത്രയും ടിപ് ടോപ്പായിട്ട് എന്നെ ഇത്രയും നിർത്തിയതിന്റെ ഇതിന്റെ പുറകിൽ ആരാ? ഉന്നത നിലവാരം പുലർത്തുന്ന ആരാ? ഇത് യേശു ക്രിസ്തുവിന്റെ വസ്ത്രം എത്രയായിരുന്നു? എത്ര വസ്ത്രം? യേശു മരിക്കുമ്പോൾ എത്ര വസ്ത്രം ഉണ്ടായിരുന്നു? പറഞ്ഞേ, 3 വസ്ത്രം ഉണ്ടായിരുന്നു. ഈ 3 വസ്ത്രത്തിന് വേണ്ടി റോമൻ പടയാളികൾ ചീട്ടിട്ടു. വാസ്തവത്തിൽ യഹൂദന്മാരുടെ വസ്ത്രം യഹൂദന്മാരെ റോമാക്കാർക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ്, ഇച്ഛിച്ചാണ്, പ്രശ്നമാണ്, അയിത്ത കൽപ്പിച്ചു വിടുന്നതാണ്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന് റോമാക്കാർക്ക് ഭയങ്കര ഡിമാൻഡായി. അതിനെന്താ കാര്യം? മികവ്, ഉന്നത നിലവാരം പുറത്തുനിന്നുണ്ട്. വല്ല മനസ്സാവുന്നുണ്ടോ? അപ്പൊ അതിനകത്ത് നമുക്കൊന്നും പറയാം. യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന് അവർ ചീട്ടിട്ടുവെങ്കിൽ അവന്റെ വ്യക്തിത്വം അവന്റെ വസ്ത്രത്തിൽ തൊഴിൽ നിന്നതെങ്കിൽ ആ വസ്ത്രത്തിന് പോലും ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ എബ്രായ ലേഖനത്തെ വ്യാഖ്യാനം കൊടുക്കുന്ന വാക്ക്, ഇത്രയും ഉന്നത നിലവാരം പുലർത്തുന്ന യേശുവിനെ വിട്ടാണോ നിങ്ങൾ പഴയ ആചാരത്തിലേക്കും പഴയ മാമൂലോട്ടും പഴയ ആശയത്തിലേക്കും പോകുന്നുവെന്ന് ചോദിച്ചിട്ട് പൗലോസ് പറഞ്ഞു, എനിക്ക് ആശ്ചര്യം തോന്നുന്നു. നിങ്ങൾ എത്രയും വേഗം മറ്റൊരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ തിരിയുന്നത് കണ്ടപ്പോൾ പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ആത്മാ പറയാം, നമുക്ക് ഉന്നത നിലവാരം പുറത്തു നിൽക്കുന്ന ഒരു ഉയർന്നവനായ യേശു ക്രിസ്തുവിനെ അവൻ നമുക്ക് ദൈവവും കർത്താവുമായി ലഭിച്ചത് ഓർത്ത് കരമൊന്ന് തട്ടി ആത്മാവിൽ തന്നെ ഒന്ന് സ്തോത്രം പറയാ. യേശുവേ, ഉന്നത നിലവാരം പുറത്തുന്ന അവൻ ഉയർച്ചയുള്ള എന്റെ യേശുവിനെ അവൻ താണ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് മേൽത്തട്ടി കേട്ടാൽ എന്റെ യേശു ബന്ധപ്പെടുന്നുവെന്ന് ഒന്ന് പ്രവചിച്ചു പറ. അവൻ ഉന്നതനായ അത്ഭുതമായ ദൈവം, അവൻ ശാശ്വതവാസിയ ദൈവം. ആ ദൈവം എന്റെ ജീവിതത്തെ ഒരു പുരോഗതി നയിച്ചുപോകാൻ അവൻ എനിക്ക് വേണ്ടി താഴെ വന്ന ആ ഉന്നത നിലവാരത്തിലേക്ക് എന്റെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി സ്വതന്ത്ര. ഞാനൊരു കാര്യം പറയാം, നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പിൽ നമ്മൾ ആടുന്ന വേലിയും ചാഞ്ഞ മതിലും ആടുന്ന വേലിയുമായിരുന്നു അല്ലെ? പക്ഷെ നമ്മൾ വിശ്വാസത്തിൽ വന്ന ശേഷമോ പറഞ്ഞോ ഉറപ്പ് കിട്ടി. ഇതെന്താ കിട്ടിയ? നമുക്ക് ഉന്നത നിലവാരം പുലർത്തുന്ന യേശുവിനെ നല്ല നിലവാരമുള്ളവനാണ്. ആരാ? യേശു. മറ്റങ്ങനെയല്ല, ഒരാൾ പറയും ഇവിടെ പോ, അത് കൊള്ളാം, അവിടെ പറയാം അവിടെ പോയിട്. നമ്മൾ ഉള്ള എല്ലാ രക്ഷപ്പെടാനുള്ള ആൾക്കാരെ മൊത്തം ദൈവങ്ങളെ ദൈവമാരും തേടി നടന്ന് ആകെ കാശി പോയി മാനം പോയി അവൻ മാനസികമായി വേദന ഉണ്ടായ സ്ഥലത്ത് അവസാനം ആരെടുക്ക വന്നു? യേശു ക്രിസ്തുവിന്റെ അടുക്ക് വന്നപ്പോഴാണ് നമുക്കൊരു വേദന വന്നത്. നേരത്തെ യേശുവിനെ കാണാൻ പറ്റിയില്ലല്ലോ, ആ നേരത്തെ യേശുവിനെ അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ, ആ നേരത്തെ യേശുവിനെ അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ ഉയർന്നവൻ എന്ന വാക്കിൽ കൊടുത്ത വ്യാഖ്യാനമാണ് ഉന്നത നിലവാരം പുലർത്തുന്ന വ്യത്യാസം. ഞാൻ പണ്ടത്തെ ചർച്ചില് ഗുണ്ടകളെ സ്നാനപ്പെടുത്തി ഞാൻ പലപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. യുവമാരെല്ലാം ഈ ചുമന്ന കുറിയൊക്കെ വലിച്ച് കയ്യിൽ ഉള്ള നൂലുകളെല്ലാം വാരിക്കെട്ടി വേടന്മാരെ പോലെ നടന്നത്. പക്ഷെ യവന്മാരെല്ലാം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ യവന്മാരെ കല്യാണം നടന്നു. കല്യാണം എല്ലാം ചൈയും കോട്ടും ഇട്ടാണ്ട്
അപ്പൊ നാട്ടുകാരെ മൊത്തം പറയാം, അത് സ്വതന്ത്രമുള്ള കുറിയും വരച്ച് മാലയിട്ട് ചന്ദന വാരി തേച്ച് മുണ്ടും ചന്ദന ഒരു എന്തോ ഒരു ലൈറ്റ് ഒരു മഞ്ഞ എന്തോ ശ്രോത്ര മുണ്ടും ഷർട്ടും ഇട്ട് ആമയെ കിടന്ന് അല്ലെങ്കിൽ വിളിച്ചോണ്ട് പോകുമായിരുന്നു. ഏതെങ്കിലും പെണ്ണ് വിളിച്ചോണ്ട് പോകേണ്ട സ്ഥാനത്ത് യുവമാരെ വിവാഹം എല്ലാം അങ്ങനെ നടന്നു. രാജകീയമായിട്ട് ടൈയും കൂട്ടി നടന്നപ്പോൾ നാട്ടുകാർക്ക് മൊത്തം യവൻ പെന്തിക്കോസ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ നിലവാരം ഉണ്ടാകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു ഭാവന കണ്ടുപിടിയിരുന്നു. സ്വോത്രം ബേക്കാൻ അവന് ടൈം പോട്ടിട്ടുണ്ട് എന്ത് ചെയ്യാ, കല്യാണം നടക്കുന്ന ഒരു ഭാവന അവിടെ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞ കാര്യം, അവൻ ഉന്നത നിലവാരം പുലർത്തുന്നവന്റെ അടുക്കൽ വന്നപ്പോഴാണ് നമുക്കൊരു പുരോഗമനം ഉണ്ടായി. സ്വോത്രം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അങ്ങനെയാണെങ്കിൽ ഈ ഉയർന്ന യേശു താണവനായി എന്നെ ഒന്ന് തൊട്ട് അനുഗ്രഹിപ്പാൻ വന്നില്ലെങ്കിൽ അവനോടൊപ്പം ഇരുത്താൻ, അവനെ പോലെ എത്തിക്കുവാൻ എന്റെ യേശുവിന് സ്വോത്രയില്ലാതെ വന്ന അത്രമാത്രം ദൈവം കാഴ്ചപ്പാട് തന്നുകൊണ്ട് അവൻ നമുക്ക് ഇതിനു പ്രാവശ്യം കൂടി ആ ഉന്നത നിലവാരമുള്ളവനായ യേശുവിന് കരമൊന്ന് തട്ടി അവൻ ഒരു നിമിഷം നാവുകളോട് പറയാ, യേശുവേ എനിക്കൊരു പുരോഗമനം ഉണ്ടാകുക, എനിക്ക് നല്ല വസ്ത്രം ധരിപ്പാൻ, അവൻ നല്ല പ്രാർത്ഥന പണിയുക, അവൻ നല്ലതോ ജീവിപ്പാൻ, അവൻ നല്ല ആശയങ്ങളോട് സംസാരിപ്പാൻ അവൻ എനിക്ക് ലഭിച്ചത് അവൻ നല്ല പുരോഗമനമല്ല യേശു ക്രിസ്തുവിനെ ലഭിച്ചതെന്ന് മാത്രമാണ്. അതിൽ മൂന്നാമത്തെ ആവശ്യം, അടുത്ത ആശയമായ ഉത്കൃഷ്ടം എന്ന വാക്ക്. ഉത്കൃഷ്ടം അത് ഉയർന്നവെന്ന വാക്കിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ഉത്കൃഷ്ടം എന്ന വാക്ക്. എന്താ ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ? ഉത്കൃഷ്ട മാനസൻ എന്ന് ദാനിയേലിനെ കുറിച്ച് ദാനിയേൽ പ്രവചനം ശ്രദ്ധിക്കുക. ദാനിയേലോ അവൻ ആരായിരുന്നു? ഉത്കൃഷ്ട മാനസൻ എന്ന് പറയുന്നത് വെച്ചാ പറഞ്ഞ ഉത്കൃഷ്ട മാനസൻ ചെയ്ത് വ്യക്തമായിട്ട് ഒരു വിഷയം കിട്ടിയാൽ അതിന് സെർച്ച് ചെയ്ത് അതിന് വിജയം കാണുന്നത് വരെ മൈൻഡ് മാറ്റാതെ, ചിന്ത മാറ്റാതെ അതിന്റെ വിജയത്തിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയെ പേരാകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ ഉത്കൃഷ്ട മനസ്സിലായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? യേശു ലോകത്ത് വന്ന എന്തിനു വേണ്ടിയാ? മരിക്കാനാ വന്ന. എന്തിനു മരിക്കാൻ? പാപത്തിലേക്ക് ജനത്തെ പാപമോചനം കൊടുക്കാൻ തക്കവണ്ണം തന്റെ ചോര ഊറ്റാനാ വന്നേ. അതിന് അങ്ങനത്തെ ഒരു ചിന്തയോട് ഭൂമിയിലേക്ക് വന്ന യേശുവിനെ എന്തെല്ലാം തെറ്റിദ്ധാരണകളിട്ട് യേശുവിന്റെ കാഴ്ചപ്പാട് മങ്ങലിപ്പിക്കാൻ തക്ക ശ്രമിച്ചു. പക്ഷെ യേശുവോ അവൻ ഉത്കൃഷ്ട മനസ്സ, തന്റെ ദൗത്യം അവൻ ചെയ്ത് പൂർത്തീകരിക്കുന്നവരെയും തന്റെ ആശയങ്ങൾക്ക് മാറ്റം ഉണ്ടായില്ല. ഇനി നമ്മൾ ഈ പറഞ്ഞാട്ടെ, നമ്മളാണെങ്കിലോ നമ്മുടെ നാടൻ ഭാഷ ഊതുമ്പോ ഇങ്ങോട്ടും പറഞ്ഞേ ആദ്യ പറഞ്ഞേ ശരിയല്ലേ? റബ്ബർ ബാൻഡ് പോലെയാണ്. ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് പോകും, അങ്ങോട്ട്. അപ്പൊ നമുക്ക് എന്തില്ല, ഒരു ഉത്കൃഷ്ട മാനസികരായില്ല. പക്ഷെ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ചെറുതായിട്ട് എന്ത് വരുന്നുണ്ട്? പറഞ്ഞേ പറ. നമുക്കൊരു ധൈര്യം വരുന്നുണ്ട്. ഞാൻ അത് കൊണ്ടേ പോകത്തുള്ളൂ, എന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഞാൻ ചെയ്ത് പൂർത്തിയാക്കും എന്നുള്ള ഒരു ഹൈ കോൺഫിഡന്റ് ആത്മധൈര്യമാണ് ഉത്കൃഷ്ട മാനസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഉയർന്നവെന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് ഒരു ആശയം മനസ്സിലായി. അതിന്റെ അടുത്ത ഒരു ഘട്ടത്തിൽ വാക്കാണ് ഉത്കൃഷ്ട മാനസ് എന്ന് പറഞ്ഞാൽ യേശു ഉയർച്ച വരുന്ന വാക്കാണ്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അത് ഉത്കൃഷ്ട മാനസിന്റെ ദൗത്യമാണ്. സ്വാർത്ഥത ഇല്ലാത്ത സ്വഭാവമാണ്. ഏതാ? ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരുത്തും. അത് ഉത്കൃഷ്ടനാണ്ട് സ്വഭാവമാണ്. സ്വാർത്ഥതയില്ല. കാര്യം യേശു ക്രിസ്തു ലോകത്തിൽ വന്നു താഴെ എന്നെ പക്ഷപാപി എന്നെ ശാപത്ത് കിടന്ന് എന്നെ പൊക്കിയെടുത്തിട്ട് പറയുന്നു, ഞാൻ ഇരിക്കുന്ന അതേ ഉന്നത പദവിയിൽ നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ. അതുകൊണ്ടല്ലേ ആ യഹൂദന്മാരും പുരോഹിതന്മാരും ശാസ്ത്രിമാരെല്ലാം പറഞ്ഞു, അവൻ ചുങ്കക്കാരോടും പാപികളും കൂടെ ഭക്ഷിക്കാൻ തക്കവണ്ണം. കാര്യം ഒരിക്കലും അങ്ങനത്തെ നിലവാരം നിൽക്കുന്ന വ്യക്തി ഒരിക്കൽ പോലും പാപിയുടെ വീട്ടിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഏതാ ചുങ്കക്കാരെ വീട്ടിൽ ടാക്സ് പിടിക്കുന്നതിനടുക്ക് പോകാൻ പാടില്ല. അത് ഇഷ്ടമാണ്. പക്ഷെ അവരെ ഉന്നത പദവിയിലേക്ക് കൊണ്ടുവരാനല്ലേ എന്റെ യേശു താൻ അവിടേക്ക് പോകാറുള്ളത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുറച്ച് സമയം മധ്യസ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് തന്നെ അറിയാം
എൻ്റെ സ്വന്തം വിഷയത്തെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും മറ്റൊരു വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ടാണ്? കർത്താവേ, എന്നെ പോലെ അല്ല, എന്നെക്കാളും എൻ്റെ പ്രിയപ്പെട്ടവർ ഉയർച്ച പ്രാപിക്കണമെന്ന് ഒരു തോന്നൽ നമുക്ക് വന്നത് എവിടെ നിന്നാ? യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടയാളമാണ്. അവൻ ഉയർച്ച പ്രാപിച്ചതുപോലെ അവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുപോകത്തക്കവണ്ണം ഒരു മഹാദൗത്യത്തോടെ യേശു ക്രിസ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ഉയർന്നവൻ താഴെ എന്നെ അവരോടൊപ്പം ഇരുത്തുവാൻ തക്കവണ്ണമാണ്. ഒരു ദൂതൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്വന്തം ചെയ്യാമോ? എനിക്ക് ഉയർച്ചയുണ്ട്, എനിക്കൊരു നന്മയുണ്ട്, എനിക്കൊരു നേട്ടമുണ്ട്. ഞാൻ ഇനി താണു കിടക്കുവാൻ ഉന്നതനാ ദൈവം സമ്മതിക്കുകയില്ല. ഇനി ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് നമുക്ക് ആ ദൂതനെ ബോധ്യപ്പെട്ടു. അടുത്ത ഒരു ആശയം ഞാൻ പറഞ്ഞിട്ട് ആമേ താണമെന്ന വാക്കുമായിട്ട് പറഞ്ഞിട്ടാ സ്വത്രം. ആമേ ഈ ഉന്നത പദവിയുള്ളവരെന്നും മേൽത്തട്ടിൽ പാർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആ ഉന്നതങ്ങളിൽ പാർക്കുന്നവൻ. സ്വത്രം. ഈ നമ്മൾ ഒരു ചെറിയൊരു പഴയ നിയമത്തിൽ ആശയം ചേർത്ത് വെച്ചാൽ ഈ ബോവസിന്റെ കാര്യം പറയുന്നത് അല്ലേ? ബോവസ് ആ കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്ന ശ്രേഷ്ഠന വ്യക്തിയാണ്. അപ്പോഴാണ് അമ്മായി പറയുന്നു, നീ അവന്റെ വയലിൽ പോയോ? അവൻ നിനക്ക് വെള്ളവും അപ്പവും തന്നോ? അവൻ ബാല്യക്കാരോട് അവൻ പറഞ്ഞോ അത് ശണ്ഡിച്ചിരിക്കാൻ? ബാല്യക്കാർ നിനക്ക് വേണ്ടി കറ്റ മാറ്റിയെന്നൊക്കെ അവൻ കൽപ്പിച്ചോ? ഇത് പറയുമ്പോൾ നവോമിക്ക് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഉയർച്ചയെ അല്ലെങ്കിൽ ആ ഒരു കൺസേണിനെ, ആ ഒരു പരിഗണനയെ ഉൾക്കൊള്ളാൻ അവർ ഉന്നത സമ്പന്നനാണ്. നമുക്ക് പഴയ നിയമത്തിൽ വ്യക്തിയെ നമ്മൾ ദർശിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. ഓർത്തോണം, ആ ഉന്നത പദവിയിൽ നിന്നിട്ട് പോലും താഴെ എന്റെ അടിക്കിറങ്ങി വന്നിട്ട് എന്നെ ഭക്ഷിപ്പിക്കുവാൻ, പോഷിപ്പിക്കുവാൻ, ഉടുപ്പിക്കുവാൻ, കിടത്തി ഉറക്കുവാൻ, എനിക്ക് ഇവിടുന്ന് നന്മകൾ തരുവാൻ ആ മകോ ദൈവത്തിന് നമ്മോട് കാണുന്ന ഇഷ്ടമാണ്. നമുക്കിവിടെ സന്തോഷിക്കുന്ന കാര്യം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. രണ്ടാമത്തെ ആശയത്തിൽ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് ധാരണമെന്ന വാക്ക്, ആ വാക്ക് വരുമ്പോൾ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ആ വാക്യത്തിൽ നീങ്ങാം. 97 സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം. 97 സങ്കീർത്തനം 9-ാമത്തെ വാക്യം. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ എന്ന പദമാണ്. ഈ വാക്ക് പിശാചൊരിക്കൽ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക്, കർത്താവേ, നീ അത്യുന്നതനായ ദൈവത്തിന്റെ, അതുകൊണ്ട് എനിക്ക് നിനക്ക് തമ്മിൽ ഒരു ബന്ധമില്ല. കർത്താവ് മിണ്ടിപ്പോരുത്, നീ എൻ്റെ സീക്രട്ട് പുറത്തറിയിക്കരുത്. കാരണം ജനം എന്നെ വേറെ കാണണം. ഇപ്പോഴും ആ കണ്ണുണ്ട്, അത് തന്നെ പോട്ടെ. ഞാൻ സർവത്തിന്റെ അധിപതി എന്ന കാര്യം നീ പറയരുത്. പക്ഷേ സാത്താൻ വിടുന്നു. സാത്താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സ്വത്രം സംഘത്തിലെ ഒരു വാക്കൻ സർവ ഭൂമിക്കും സകല ദേവന്മാർക്കും നമ്മുടെ കർത്താവ് അതിന്റെ മീതെ ആരാണ്? അങ്ങനെ ദൈവത്തെ നമുക്ക് ലഭിച്ചതിന് ഓർത്ത് ഒരു നന്ദി സൂചകമായ കരങ്ങൾ ഉയർത്തി ഒരു നന്ദി പറയാമോ കർത്താവിന്? കരങ്ങൾ ഉയർത്തി കർത്താവ് സ്തോത്രം ചെയ്യാം. ഇനി ഞാൻ താണമെന്ന വാക്ക്, ഈ താണമെന്ന വാക്കിന് ഈ നോളേജ് കുറഞ്ഞവൻ ഒരു അർത്ഥമുണ്ട്. നോളേജ് കുറഞ്ഞവൻ, അറിവ് കുറഞ്ഞവൻ, പരിജ്ഞാനം കുറഞ്ഞവൻ. ശരിയല്ലേ? വലത്തോട്ട് പോകാൻ പറഞ്ഞാൽ പറ, ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കരയും, കരയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കും, പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും എന്തായിരുന്നു? പരിജ്ഞാനമില്ലാത്ത അറിവ് കുറഞ്ഞവരാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ചോദിച്ചോണ്ടിരിക്കും. കാര്യം 1000 വട്ടം പറഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്തില്ല. ശരിയോ തെറ്റോ? ഇനി നമ്മൾ എത്രയോ വാക്യങ്ങൾ കേട്ടു. ഈ ആഴ്ച തന്നെ എത്ര വാക്യം കേട്ടാൽ, ഓൺലൈനിലും ഓഫ്ലൈനിലും എത്ര വാക്യം കേട്ടു? ഒന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ തക്കവണ്ണം, ചിലപ്പോൾ തിട്ടമായിട്ട് പറയാൻ തക്കവണ്ണം ആ പാസ്റ്റർ പ്രസംഗിച്ചതുപോലെ തോന്നുന്നു. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ എന്ത് ചെയ്യാം ബീന, ഞാൻ ഓർമ്മ വരുന്നുണ്ട്. സ്വത്രം ഡേക്ക് അല്ലേ, നമുക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പാസ്റ്റർ ഇന്ന സമയം, ഇത്രാം തീയതി, ഇന്ന സമയത്ത് ഇന്ന വാക്യം പറഞ്ഞത് എനിക്ക് വ്യക്തമാണ് എന്ന് നമുക്ക് പറയുമായിരിക്കാം. പക്ഷേ തിട്ടമായ ചില സമയത്ത് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയും അറിവ് കുറഞ്ഞെന്ന് അറിഞ്ഞിട്ടാണ് അവ ഇറങ്ങി വന്നത്. മനസ്സിലാണല്ലേ? അറിവുള്ളത് കൊണ്ടല്ല നമുക്ക് യേശുവിനെ കിട്ടിയത്. അറിവ് അപ്പൊ നമ്മൾ ആരാ?
അറിവില്ലാത്ത താണവൻ. മനസ്സിലാക്കുന്നുണ്ടോ? ഇത് മനസ്സിലാക്കുന്നുണ്ടോ? അറിവ് കുറഞ്ഞ. ഇനി നമുക്ക് പിൻമേരിയന്റെ കണ്ണ് എത്ര ദൂരം പോകാൻ പറ്റും? ഇവിടുന്ന് കേശവസപ്പുരം പോലെ ഈ കണ്ണാടി ഉപയോഗിക്കാൻ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ആന്റി കാണാൻ പറ്റുമോ? ഉള്ളൂരിൽ നിന്നും നിങ്ങൾ വീട്ടിൽ നോക്കാൻ പറ്റുമോ? പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 600-700 മീറ്റർ അല്ലെങ്കിൽ അത്രയൊക്കെ നമുക്ക് കണ്ണിൽ പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നോക്കേണ്ടി വരും. സ്വന്തം പരിമിതിയുള്ളത് നമുക്ക് താഴെ വരാം. അത് നമ്മളിവിടെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നടക്കും? സ്വത്രം നമ്മുടെ ലാലിയാറ്റി നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം സങ്കടം തോന്നും. അതേ പറഞ്ഞാൽ നടക്കേണ്ട ഉണ്ടാക്കി തരാം സ്വത്ര എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പരിമിതിയുണ്ട് സ്വത്ര. ഈ പരിമിതി കണ്ടിട്ട് തന്നെ നാം ഉയർത്താൻ ഉന്നത താഴോ സ്വത്ര. അപ്പൊ അവൻ താഴുമെന്ന വാക്കിൽ ഒരർത്ഥമാണ് അറിവ് കുറഞ്ഞവൻ. അപ്പൊ നമ്മൾ അറിവ് കുറഞ്ഞവനെന്ന് അറിഞ്ഞിട്ടാണ് സർവജ്ഞാനിയായ ദൈവം അവൻ ഉയരത്തിൽ താഴോട്ട് ഇറങ്ങിയിട്ട് അവൻ അറിവില്ലാത്ത എന്നെ കാലം പിടിച്ച് ഉന്നതിലേക്ക് കൊണ്ടുവരുവാൻ തക്കവൻ ദൈവത്തിന് പ്രസാദമായി. നമുക്കറിയാം, ഈ പാസ് അനീഷ് കാവാൽ പ്രസംഗിക്കുന്നു. പണ്ട് ഒത്തിരി പ്രായമുള്ള പാസ് TV ആശാരി, അതുപോലത്തെ ഒത്തിരി പഴക്കമുള്ള ദൈവദാസന്മാരറിയാം. ഇവർക്കൊന്നും TV ആശാരിയെ കുറിച്ച് പറയുന്നത് അമേരിക്ക പോയപ്പോൾ ബൈബിൾ തലയിൽ വെച്ചുകൊണ്ടാണ്. ന്യൂയോർക്ക് എയർപോർട്ട് ഇറങ്ങിയിട്ട് ആദ്യം പുള്ളി ചെയ്തത് ബൈബിൾ തലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ സായിപ്പ്മാരൊക്കെ അതിശയം ചോദിച്ചു, നിങ്ങൾ എന്തിന് ബൈബിൾ തലയിൽ വെച്ചു? അപ്പോൾ പുള്ളി മലയാളത്തിൽ തന്നെ പറഞ്ഞു, ഈ ബൈബിളാണ് എന്നെ ഈ അമേരിക്കയിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ സ്റ്റൈലിൽ പ്രകാരമാകുന്നു. എന്തോ കൊട്ടുപടിയും ഈ ഉളിയും കൊട്ടുപടിയും ഒക്കെ കൊണ്ട് കൊത്തി നടന്ന ഒരു രാജ്യത്തെ എന്നെ ഈ രാജ്യത്തിൽ പുസ്തകം എന്ന് പ്രസംഗിപ്പാൻ കൊണ്ടുവന്നുവെങ്കിൽ അറിവില്ലാഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്നത്, താണവരാണ് കൊണ്ടുവന്നത്, പരിജ്ഞാനമില്ലാഞ്ഞിട്ടാണ്. അത് ഒന്ന് പോലും ഒരു വാക്ക് പറഞ്ഞ് കൂട്ടിയോജിപ്പിക്കാൻ തക്കവണ്ണമുള്ള അറിവില്ലാഞ്ഞിട്ടാണ് എന്റെ ദൈവം എന്നോട് കരുണ കാണിച്ചിട്ട് അവരെ താഴോട്ട് ഇറങ്ങി വന്ന് ഉന്നതനായ ദൈവം അവരെ അറിവില്ലാത്തവന്റെ അറിവിലോട്ട് കൈവച്ച് നടത്തിയത്. ഇതിലാവിലെ സർക്കാരെ പഠിച്ചു പറയാമോ? അറിവില്ലാത്തവന്റെ പരിജ്ഞാന കുറവുകളെന്ന് അവൻ ദാരിദ്ര്യനായെന്ന് അവൻ ജീവിതത്തിൽ പോലും അവൻ നന്മ പറഞ്ഞ് പ്രശംസിക്കാൻ കഴിവില്ലാത്തവന്റെ അവൻ തന്റെ ജീവിതത്തിന്റെ നിലവാരത്തിലേക്ക് എന്നെ ഉയർത്തി കൊണ്ടുവന്നു കഴിഞ്ഞ് അതിന്റെ പുറകിൽ ഉയർന്ന എന്റെ ദൈവത്തിന് എന്നോട് കാണിച്ച അതിവിശേഷമായ കരുണയാണ്. കരവന്ന് ചേർത്ത് വെച്ച് ആ ദൂരതായ അന്യഭാഷയെ അവരുടെ സ്വന്തമേ എന്നോട് അവൻ കാണിച്ച ഏറ്റവും വലിയ വിശേഷതയാണ്. രണ്ടാമത്തെ അർത്ഥമാകുന്നു എളിയ വ്യക്തി എന്നാണ്. എളിയ വ്യക്തി എന്നാണ് സ്വത്രം. ഈ എളിയവൻ എന്ന വാക്ക് വരുമ്പോൾ ഇത് എബ്രാഹിം വിശ്വാസികളുടെ താരതമ്യം പറയുന്ന വാക്കാണ്. നമ്മളിലേക്ക് പെട്ടെന്ന് കയറിപ്പോന്ന് മാത്രമേ ഉള്ളൂ. ഈ എളിയവൻ എന്ന വാക്ക് നമുക്കറിയാം, മുതലാളിയുടെ മുമ്പാകെ തൊഴിലാളി പൊന്നിക്കുന്ന ഇപ്പം അങ്ങനെയാണ്. വളരെയധികം മുഖത്തെ ഭാവം ഭയങ്കര ഒരു ചെറിയൊരു മുതുകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുനിച്ചിട്ട് സർ 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 മുതലാളി എന്ന് 1000 വട്ടം വിളിക്കുമ്പോഴേ അവന് നമ്മുടെ ഒന്ന് തോന്നുള്ളൂ, കണ്ണു തോന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായി മാറി? എളിയവൻ, വളരെ താണ് കിടക്കുകയാണ്. പക്ഷെ കർത്താവ് പറയുന്നു, അവൻ നമ്മളെ പ്രഭുക്കന്മാരുടെ താണവരെ പറഞ്ഞേ ഉയർത്തി ദേശത്തിലെ പ്രഭുക്കന്മാരോട് ഇരുത്തി എന്ന് പറയുമ്പോൾ എന്ത് കണ്ടിട്ടാണ് അത് ചെയ്തത്? നമ്മളെ എളിയവരെന്ന് അറിഞ്ഞിട്ടാണ്. അല്ലേ? അങ്ങനെയല്ലേ? ആണോ അല്ലയോ? പറഞ്ഞേ. നമ്മൾ ആരാറ്റി? എളിയവരാ. നമ്മൾ എളിയവരാ, നമ്മളെല്ലാവരും എളിയവരായിരുന്നു. പക്ഷെ ഇന്ന് നമ്മെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരും നമുക്ക് ബഹുമാനിപ്പാൻ തക്കവണ്ണം ഒരു കസര മാറ്റിയിട്ട് തന്ന് നമ്മ ഇരിക്കമ്മാമേ എന്ന് പാസ്റ്റർ ഇരിക്കുന്ന പറയുന്നുവെങ്കിൽ അതിന്റെ കാരണം യേശു ക്രിസ്തു മാത്രമാണ്. അതിന് കാരണം യേശുവാണ്. അവൻ ഉയർന്നവനാണ്. എളിയവനെ എന്നോട് കാണിച്ച സ്നേഹ നിമിത്തമാണ് എന്നെ കുടുംബത്തിലും നാട്ടിലും ദേശത്തിലും എന്നെ ജനം ബഹുമാനിക്കത്തക്കവണ്ണം കൊണ്ടുവന്നുവെങ്കിൽ അതിന് കാരണം ഉയർന്നവൻ താണവനെ അനുഗ്രഹിച്ചെടുത്തതുമാണ്. പക്ഷെ മൃഗപ്രായ മനുഷ്യൻ നമ്മുടെ പാസ്റ്റർമാർക്കും അറിയത്തുമില്ല, നമ്മുടെ വിശ്വാസികൾക്കും
രണ്ട് വണ്ടി മാറിക്കൊടുത്താൽ, രണ്ട് വസ്ത്രം മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, രണ്ട് കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ലോകത്തിലേക്ക് എന്ത് ചെയ്യുക? യേശുവിന്റെ നാമത്തിനോ അവന്റെ നാമത്തോടൊക്കെ തക്ക മഹത്വം കൊടുക്കാൻ താല്പര്യമാണ്. ഞാനാണ് എല്ലാത്തിനും കാരണം, സകലത്തിനും കാരണം ഞാനാണ് എന്നുള്ള ചിന്തയിലേക്ക് അത് ഒരു കാരണവശാലും ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എന്നെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ വാക്ക് പറയും. എത്ര ഉയർത്തിയാലും, ഞാൻ എപ്പോഴും വാക്കാണ്, എത്ര മാനിച്ചാലും എത്ര ആദരിച്ചാലും അത് എന്റെ കർത്താവിന്റെ നാമം വിട്ട് എന്നെ ഇത്രത്തോളം കൊണ്ട് ഉയർത്തിക്കൊണ്ട് എന്റെ കർത്താവാണ്. ആ എലി എന്നോട് കാണിച്ച അവൻ സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് എനിക്ക് ഈ ഫ്ലാറ്റ് നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുവാൻ കാരണമാകുക. അതിന്റെ ആത്മാവ് പറയുക, നാം താണവരായി, നാം എളിയ വ്യക്തിയായതുകൊണ്ട് ഞാൻ ഉയർന്നവനായ യേശു എന്നെ ഉയർത്തി അവയെ സിംഹാസനത്തിലെത്തി ദേശത്തിലെ പ്രമുഖന്മാരോടുകൂടി വർഷിപ്പാൻ നമ്മെ ദൈവം പ്രാപ്തനാക്കി തീർത്തു. ഇനി താണവെന്ന ഒരു വാക്ക് നിസ്സാരം എന്ന പദമാണ്. നിസ്സാരം പറഞ്ഞേ, നിസ്സാരം അല്ലേ? ആരാ? കഴിഞ്ഞ ദിവസം എനിക്ക് വിഷമമുള്ളൊരു കാര്യമുണ്ടായിരുന്നു. നമ്മുടെ ദേശത്തിന്റെ അധിപതിയായ മനുഷ്യൻ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പണ്ട് അധിപതിയായിരുന്ന വ്യക്തിയെ കണ്ടിട്ട് ഇപ്പോഴത്തെ അധിപതി കൈയെത്തിയില്ല, നിസ്സാരണ തള്ളി. മാധ്യമങ്ങൾക്ക് അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് അത് അവര് റിപ്പോർട്ട് കൊടുത്തു. സ്വതന്ത്രം നമ്മളെ പലപ്പോഴും ആരായി കണ്ടു. ഞാൻ രാവിലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു, ഒപ്പത്തിനൊപ്പം നിന്നെങ്കിൽ മാത്രമേ അംഗീകാരത്തിന്റെ തലപ്പത്തെത്താൻ. ഒപ്പത്തിനൊപ്പം നിൽക്കണം, അവരൊപ്പം എന്ത് ചെയ്യണം? നിൽക്കണം. അവരൊപ്പം നിന്നില്ലെങ്കിൽ ഒരു കൈ പോലും തരത്തുമില്ല, ഒന്നും വിളിച്ച് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത്ര നിസ്സാരനായി കണ്ട ആൾക്കാരുണ്ട്. ശരിയോ തെറ്റോ? അതിന്റെ ആ താണ വാക്കിന്റെ ഒരു അർത്ഥമാണ് നിസ്സാരനാക്കി മാറ്റി. രാവിലെ ഞാൻ ആത്മാവിൽ ദൂത് പ്രവചിച്ച് പറയാം, നിസ്സാരനായി തീർന്ന നമ്മെ നിസ്സാരനായി കണ്ടത് മുമ്പാകെ ക്രിസ്തു ഉയർച്ച പ്രാപിച്ചതുപോലെ നമ്മെയും കർത്താവ് ഉയർച്ചയിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഒന്നാമത്തെ കർത്താവ് മഹത്വപ്പെടുത്താമോ? എളിയവനായി എന്നെ, നിസ്സാരനായി എന്നെ, സമൂഹത്തെ ഒറ്റപ്പെടുത്തി എന്നെ ഏറ്റവും ശ്രേഷ്ഠ പദവിയിൽ കൊണ്ടുവന്നത് യേശു ക്രിസ്തുവാണ്. നിങ്ങൾ വായിക്കുന്നത് വായിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ല. ഉന്നതൻ ഉയർന്നവൻ യേശു ക്രിസ്തു, താണവൻ ഞാനും നിങ്ങളും. കർത്താവ് അങ്ങനത്തെ സിസ്റ്റത്തിൽ കിടന്ന എന്നെ ദൈവിക സിസ്റ്റത്തിലേക്ക് പ്രമോട്ട് ചെയ്തു. അതാ നമ്മുടെ ജീവിതത്തെ ഏറ്റവും വിജയമാകുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ ദൂത് നാം കേട്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം, ഉയർച്ച ഇതല്ല കേട്ടോ, ഇത് ചെറിയൊരു ടെസ്റ്റിംഗ് ഡോസ് മാത്രമാണ്. ഇനി വരുന്ന കാലഘട്ടമാണ് ഉയർന്നവൻ നമ്മെ അനുഗ്രഹിച്ച് തെളിവുകൾ കൊടുക്കാൻ പോകുന്ന ദിവസങ്ങൾ. ഇനി വരുന്ന മാസങ്ങളിൽ, ഇനി വരുന്ന വർഷങ്ങളിൽ ഉന്നതൻ നമ്മോട് കാണിച്ച ആ കരുണ തലമെന്തെന്ന് നമ്മൾ കൂടെ തലമുറകൾ കൂടെയും അദ്ദേഹം കാണിപ്പിക്കാവുന്ന ദിവസമാണ്. എല്ലാ കണ്ണുമടച്ച് പറയാൻ കർത്താവേ, ഈ ദിവസങ്ങൾ ആ വാഗ്ദത്തങ്ങൾ ആ ഉന്നതൻ എന്റെ തലയിൽ കൈവച്ച്, ഉന്നതൻ എന്നെ മാറി ചേർത്ത് വെച്ച് എന്നെ ഉയർച്ച പദവിലേക്ക് ചവിട്ടിക്കൊണ്ടുപോകുക. എന്റെ ദൈവത്തിൽ എന്നോട് പ്രസാദമാകുമെന്ന് എനിക്ക് ഒരു പ്രാവശ്യം ഉറപ്പായെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് അടിച്ച് ആത്മാവിലെന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിലെന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിലെന്ന് പ്രാർത്ഥിച്ച് അവൻ താഴവരെ എന്നെ, അവൻ അറിവില്ലാത്തവനെ, അവൻ കുറവെന്നെ, എളിയവരെന്ന് എന്നെ, അതിസാരനായതെന്നെ എന്റെ യേശുവോ ഉന്നത പദവിയിലേക്ക് എന്നെ കരം പിടിച്ചു കൊണ്ടുവന്നുവെങ്കിൽ രാജ്യങ്ങളിലേക്ക് വിട്ടോ, അത് രാജ്യങ്ങളിലേക്ക് എന്നെ വിട്ടോ, വിദേശങ്ങളിലേക്ക് എന്നെ വിട്ടോ, അവൻ അനേക നന്മ തന്നു, നല്ല ആഹാരം, നല്ല വസ്ത്രം, അവൻ നല്ല ഇരിപ്പിട, അവൻ നല്ല നന്മകൾ തന്നു. അതിലുപരിയായി യേശു ക്രിസ്തുവിനെ ആരാധിപ്പാൻ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ആ ഒരു ഭാഗ്യപദവിയിലേക്ക് സ്വർഗ്ഗം നമ്മെ കൊണ്ടുവന്ന് വെച്ചവൻ കരമടിച്ചത് സ്വന്തം